ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈയിടെ ഒരു പ്ലേസിൽ പോയി, നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ്, കൊല്ലത്തുള്ള. ഒന്നും പറയാനില്ല കേട്ടോ, അവിടെ അടിപൊളി സ്ഥലം, എല്ലാവരും പോകണം, പോകാത്തവരൊക്കെ പോകണം, മസ്റ്റ് വിസിറ്റ് ആണ്. ഓക്കെ, അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഒന്നും നോക്കണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലെറ്റ്സ് ബിഗിൻ. നമ്മളങ്ങനെ അവിടെ വന്ന് ലാൻഡ് ചെയ്തു ഗൈസ്. അതിൻ്റെ കാണുന്നത്, നമുക്ക് പോവാം, പ്ലീസ് കാണാം. ഇത് കണ്ടോ, ഞാൻ മാത്രം ഷൂ ഇട്ടുകൊണ്ടാണ് വന്നത്. അത് കാരണം വെള്ളം ആയതുകൊണ്ട് ഷൂ പറ്റത്തില്ലല്ലോ. സോ ഷൂ കാറിൽ ഊരിയിട്ടിട്ടാണ് ഞാൻ വന്നത്. ഗൈസ്, ഇതല്ല കേട്ടോ സ്ഥലം. നമ്മളിവിടുന്ന് ബോട്ട് കയറി പോകണം. ബോട്ട് കയറി അങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കാണ് കറക്റ്റ് ഐലൻഡ് വരുന്നത്. നമ്മൾ ബോട്ടിൽ കയറിയിട്ടോ നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള പ്ലേസിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഓക്കെ, ഇവിടെയാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങി, ഇവിടെ മുഴുവൻ വെള്ളമാണ്, നമുക്ക് ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കാം. ഓക്കെ, അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ വിൽക്കുന്നത്. പൈനാപ്പിൾ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, കപ്പയും കക്കയും, അങ്ങനെ. ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ, ഭയങ്കര വെയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിൽക്കുന്ന കാര്യം, അതിതാ കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെയാണ് ഇവരെല്ലാം. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. പിന്നെ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഗോലി സോഡ ആയിരുന്നു കേട്ടോ. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. പ്ലേസും അടിപൊളി, അവിടുത്തെ സാധനങ്ങളും അടിപൊളി, അവിടുത്തെ ആൾക്കാരും അടിപൊളിയായിരുന്നു. ഗൈസ്, ഞാൻ ആദ്യമായിട്ടായിട്ടോ ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത്. സോ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇതവിടെ മുഴുവൻ ചുറ്റിച്ച് കാണിക്കുന്ന വേറൊരു ബോട്ടിങ്ങാണ്. നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം, പക്ഷേ നൈസായിരുന്നു. ഗൈസ്, പിന്നെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങി വന്നു കേട്ടോ. എന്നിട്ട് ഇതെന്താ സംഭവം എന്നറിയോ, നമ്മുടെ ഓയിസ്റ്റർ ഇല്ലേ, ഓയിസ്റ്റർ ഉണ്ടാക്കി മീൻസ് ഇങ്ങനെ എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ശ്രദ്ധിച്ചറിയാൻ, കണ്ടില്ലേ, അത് കണ്ടോ, അത് ഓയിസ്റ്റർ അല്ലേ ആ സംഭവം. ഭയങ്കര ചൂടല്ലേ, അപ്പം നമുക്ക് തണുത്ത ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് മിക്സഡ് ഫ്ലേവർ ആയിട്ടുള്ളതാട്ടോ ഞാൻ കഴിച്ചത്, അടിപൊളിയായിരുന്നേ. കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പടക്കം വാങ്ങിക്കാൻ കയറിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസമല്ലേ, അപ്പോൾ ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാനായിട്ട് അതും വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു.